കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ രാജ് വധക്കേസിൽ വിധി ഇന്ന്. ഷാരോണിന് വിഷം നൽകിയ ഗ്രീഷ്മ ഒന്നാം പ്രതിയും സഹായിച്ച ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനുമാണ് കേസിലെ മറ്റു പ്രതികൾ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് വിധി പറയുക. 2022 ഒക്ടോബർ 14-നാണ് ഷാരോൺ രാജ് കൊല്ലപ്പെട്ടത്. കോളേജ് വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മ കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം ചേർത്ത് നൽകി. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച കാമുകൻ ഷാരോൺ രാജ് ദിവസങ്ങൾക്കു ശേഷം മരണപ്പെട്ടു. തുടർന്ന് പോലീസിന്റെ അന്വേഷണ മികവ്, ഒപ്പം ഷാരോണിന്റെ കുടുംബം നടത്തിയ പോരാട്ടം. ഒടുവിൽ ഗ്രീഷ്മയും സഹായിച്ച അമ്മ സിന്ധുവും അമ്മാവനായ നിർമ്മലകുമാരൻ നായരും അറസ്റ്റിലായി. അർഹമായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് ഷാരോണിന്റെ കുടുംബം. APP നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഞങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. കേസിലെ അഭിമുഖം ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും. 100% വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പരിഗണന. പരമാവധി ശിക്ഷ കിട്ടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നന്നായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി എല്ലാ തെളിവുകളും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്ന് തന്നെ. വിചാരണ വേളയിൽ പ്രതികൾക്കെതിരെ 95 സാക്ഷികളെ വിസ്തരിച്ചു. കൂടാതെ 323 രേഖകളും 51 തൊണ്ടി മുതലുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമുള്ള കുറ്റം തെളിഞ്ഞതായാണ് പ്രോസിക്യൂഷന്റെ അന്തിമവാദം. ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധുവും മൂന്നാം പ്രതിയായ നിർമ്മലകുമാരൻ നായരും തെളിവുകൾ നശിപ്പിച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കുറ്റം നിഷേധിച്ച പ്രതിഭാഗം ആത്മഹത്യാ പ്രവണതയുള്ള ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യുന്നതിനായാണ് കീടനാശിനികളെക്കുറിച്ച് സെർച്ച് ചെയ്തത് എന്ന വാദമാണ് ഉന്നയിച്ചത്. വിശദമായ വാദം പൂർത്തിയാക്കിയാണ് കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഇന്ന് വിധി പറയുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.